ഇനി ലോകായുക്തയ്ക്ക് ഒരു ഉപദേശകന്റെ റോള് മാത്രം അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവ് എന്ന നിലയിൽ മാത്രമായിരിക്കും പ്രവർത്തിക്കാൻ കഴിയുക. ലോകായുക്ത പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അത് സംസ്ഥാന സർക്കാരിന് തള്ളുവാനോ കൊള്ളുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഉത്തരവോടുകൂടി വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരായിരുന്നു ഈ ലോകായുക്തയുടെ ഭേദഗതി വരുത്തുന്നതിന് എതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവർക്ക് തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് എന്ന് പറയാൻ സാധിക്കും. ഈ പൊതുപ്രവർത്തകരുടെ അഴിമതി ചോദ്യം ചെയ്യുന്നതായിരുന്നു ലോകായുക്ത. അത്തരത്തിലുള്ള ഹർജികൾ ലോകായുക്തയ്ക്ക് മുന്നിലേക്ക് വരുമ്പോൾ അതിലൊരു അന്തിമ വിധി പുറപ്പെടുവിക്കും. അത് സ്വാഭാവികമായി പൊതുപ്രവർത്തകർ അനുസരിക്കണം. ആ നിലയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത് KT ജലീലിനെതിരായിട്ടായിരുന്നു ലോകായുക്തയുടെ കണ്ടെത്തൽ. ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് പിന്നീട് KT ജലീൽ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തേക്ക് വരുമ്പോൾ ഈ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുകയും അതിന് മുഖ്യമന്ത്രിക്ക് എതിരായി അതിന് പലതരത്തിലുള്ള വിധികളും വന്നിരുന്നു. അനുകൂലമായും പ്രതികൂലമായിട്ടൊക്കെ വിധികൾ വന്നിരുന്നു. അതിനെ തുടർന്നാണ് സർക്കാർ ഈ ലോകായുക്തയുടെ ഈ ഉത്തരവ് അതിന് വേണ്ട രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ ഒരു ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്കടക്കം കത്ത് നൽകുകയും അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിനെ ഒപ്പിടുകയും ചെയ്തു. പിന്നീട് രാഷ്ട്രപതി അടക്കം അതിൽ അംഗീകരിക്കുകയും ചെയ്തു. പിന്നീടാണ് ഇതിനെ തുടർന്നാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ചോദിക്കുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷം ചോദിക്കുന്നത് അതെങ്ങനെയാണ് സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ MLA മാരോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ നിയമസഭയിലെ നിലവിലെ ഭരണപക്ഷത്തിന് തന്നെ അതിലൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നത്? അതൊരു കൃത്യമായിട്ടുള്ള തീരുമാനമെടുപ്പ് അതന്നെ ആയിരിക്കുമോ? അവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളൊരു നിലപാടായിരിക്കില്ലേ അവരെടുക്കുന്നത് എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ അതിൽ ഈ ഭേദഗതി വരുത്തുവാൻ ഹൈക്കോടതിയും ശരിവെച്ചിട്ടുണ്ട്. എന്നാലും അതിൽ ഭേദഗതിയിൽ എന്തൊക്കെയാണ് പ്രധാനമായും പറയുന്നതിന്റെ ഉത്തരവ് വരാൻ കാത്തിരിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം നമുക്ക് അതിൽ ചില വ്യക്തത കൈവരികയും ചെയ്യും.